ആഭ്യന്തര വകുപ്പിനെയും പോലീസ് നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെയും റാം മാധവിനെയും രഹസ്യമായി സന്ദർശിച്ച സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇപ്പോഴും സേഫ് സോണിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന 7 ചോദ്യങ്ങൾ പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡ്. ആദ്യം ആ 7 ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1. RSS നേതാക്കളെ 10 ദിവസത്തെ ഇടവേളയിൽ ADGP കണ്ടത് എന്തിന്? ചോദ്യം 2. RSS നേതാക്കളുമായി മണിക്കൂറുകൾ ചർച്ച നടത്തിയത് എന്തിന്? ചോദ്യം 3 ഇതാണ്. ADGP മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായിരുന്നു. ചോദ്യം 4. ADGP ഉപയോഗിച്ച BJPയെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണോ തൃശൂർ പൂരം കലക്കിയത്? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളാണ്. ചോദ്യം 5. LDFിലെ ഘടകകക്ഷികൾ ADGPക്കെതിരെ നടപടി വേണമെന്ന് പരസ്യമായി പറഞ്ഞിട്ടും എന്തിനാണ് മുഖ്യന്റെ ഈ സംരക്ഷണം? 6ാമത്തെ ചോദ്യം. കോവളത്ത് റാം മാധവ് ADGP കൂടിക്കാഴ്ച നടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെ? ഇവരെ അറിഞ്ഞാൽ ഞെട്ടുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പ്രതിപക്ഷം ഈ ചോദ്യം ഉയർത്തുകയാണ്. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യം. PV അൻവർ പരസ്യമായി മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ? ഇതാണ് ആ ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി ഇന്നലെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം നടത്തിയിട്ടും ഈ ആരോപണങ്ങളെ ഒന്നും തൊടാതെ ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞ് തന്റെ പ്രസംഗം പൂർത്തിയാക്കുകയായിരുന്നു. ഇന്ന് PV അൻവർ MLA വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന്റെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിശകലനങ്ങൾക്കായി തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈലാബ്ദീൻ കൂടി ചേരുകയാണ്. സേഫ്, സമീപകാലത്തായി കേരള രാഷ്ട്രീയത്തിൽ PV അൻവർ MLAയുടെ ഓരോ വാർത്താ സമ്മേളനങ്ങളും ഓരോ വാർത്താ ബോംബുകളാണ്. ഇന്നും അൻവർ വാർത്താ സമ്മേളനം നടത്തി. അതിൽ പ്രധാനമായും ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കത്തിലെ 2 കാര്യങ്ങൾ. ഒരേ സമയം മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്നു, മറുവശത്ത് നമ്മൾ അല്പമൊന്ന് ശങ്കിച്ചിരുന്നു ഈ P ശശിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയോ എന്ന്. പക്ഷേ പൂർവാധികം ശക്തിയോടെ അൻവർ തിരിച്ചു വരുന്നു. ഈ 2 കാര്യങ്ങളുമല്ലേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്? ഈ അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു പരമ്പരയുണ്ടല്ലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു പരമ്പരയിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാചകം അൻവറിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതേസമയം തന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടായാലും ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ബന്ധപ്പെട്ടായാലും ആ വിമർശനങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം P ശശിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഏൽപ്പിച്ച ചുമതല അദ്ദേഹം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് അജിത് കുമാർ ഒരു ക്രിമിനൽ ആണ് എന്ന തരത്തിൽ ചില വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അതിനകത്ത് കുറച്ച് ലൈറ്റായിട്ട് സംസാരിച്ചു. പിന്നീട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കണ്ട ശേഷം പോലീസിനെതിരെ വീണ്ടും വ്യാപകമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇന്ന് വീണ്ടും P ശശിക്കെതിരെയും MR അജിത് കുമാറിനെതിരായ വിമർശനങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും കടന്നു വരികയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല താൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു പൊതുധാരണയുണ്ടല്ലോ. അന്നേരം അദ്ദേഹത്തെ ലക്ഷ്യം വെക്കുക, അതിനൊപ്പം തന്നെ അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ഇത് രണ്ടും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. മുഖ്യമന്ത്രി നേരിട്ട് എന്തായാലും PV അൻവർ അടക്കമുള്ള നേതാക്കൾ പറയാൻ സാധ്യതയില്ല. കാരണം ഇടതുമുന്നണിയുടെ ഒരു MLA ആണ്, ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് ജയിച്ച ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ഡയറക്റ്റ് പറയാൻ സാധ്യതയില്ല. അതേസമയം തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ മുന്നോട്ട് വെച്ച് മുഖ്യമന്ത്രിയുടെ വകുപ്പിനകത്ത് ചില
പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം അതിനെ അറിയുന്നില്ലേ എന്ന ചോദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അദ്ദേഹം പറയുന്ന ചില വാചകങ്ങളുണ്ട്. മുഖ്യമന്ത്രി വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചില ആൾക്കാരെ ഏൽപ്പിക്കുന്നുണ്ട്, അവർ വിശ്വാസവഞ്ചന മുഖ്യമന്ത്രിയോട് കാട്ടുന്നു. അതായത് മുഖ്യമന്ത്രി ഒന്നും അറിയിക്കാതെ അവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്നൊരു ധ്വനി അതിനകത്ത് ഉണ്ട്. അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തിച്ചേരുന്ന കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പേര് ഡയറക്റ്റായി പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അൻവർ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹം പാർട്ടിക്ക് മുന്നിലേക്ക് പി ശശിയുടെ പേരടക്കമുള്ള പരാതികൾ നൽകാനുള്ള സാധ്യതയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി നാളെ എന്തായാലും കേരളത്തിൽ ഇല്ല, അദ്ദേഹം ഡൽഹിയിലേക്ക് പോയേക്കാണ്, യെച്ചൂരിയെ കാണാൻ വേണ്ടി പോയേക്കാണ്. അതുകൊണ്ട് നാളെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വരും ദിവസങ്ങളിൽ എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് പി ശശിക്കെതിരായ പരാതി രേഖാമൂലം നൽകിയേക്കും. രേഷ്മ, അതാണ് PV അൻവർ MLA വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം. അതായിരുന്നു ഇന്നുണ്ടായിരുന്ന മറ്റൊരു രാഷ്ട്രീയ ആകാംക്ഷ എന്ന് പറയുന്നത്, ഇന്ന് LDFന്റെ യോഗം, മുന്നണി യോഗം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആരോപണ ശരങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് യോഗത്തിന് ശേഷം LDF കൺവീനർ നടത്തിയ പ്രതികരണത്തിലേക്ക്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തുപോകുന്നു. അതിൽ മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഒരു പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. PV അൻവർ അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് PV അൻവർ. സേഫ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, ഇന്ന് LDF യോഗത്തിന് ശേഷവും ADGP MR അജിത് കുമാർ വളരെ സേഫ് സോണിൽ തന്നെയാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കവചമാണോ ഇന്ന് അജിത് കുമാറിനെ സംരക്ഷിച്ചത്? ഒപ്പം CPI, JDU, RJD ഒക്കെ കൃത്യമായ നിലപാട് പറഞ്ഞു, ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. മുന്നണിക്കുള്ളിൽ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വിലയൊന്നുമില്ലേ? വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ വിലയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ മുന്നണി യോഗം കഴിയുമ്പോൾ പറയാൻ കഴിയും. കാരണം CPI നേരത്തെ തന്നെ ഈ നിലപാട് വിശദീകരിച്ചതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞതാണ്, എന്തിനാണ് കൂടിക്കാഴ്ച എന്ന് പൊതുസമൂഹത്തിന് അറിയണം, അത് ഞങ്ങൾക്കും അറിയണം എന്ന ആവശ്യം അദ്ദേഹം പരസ്യമായി മുന്നോട്ട് വെച്ചു. ഇന്ന് മുന്നണി യോഗത്തിന് മുന്നോടിയായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നുണ്ട്. RJDയുടെ നേതാക്കൾ സ്വാഭാവികമായിട്ടും MV ഗോവിന്ദനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മുന്നണി യോഗത്തിലേക്ക് വരുമ്പോൾ മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയമേ ഇല്ല. അങ്ങനെയാണ് RJDയുടെ നേതാവ് വർഗീസ് ജോർജ് ഈ വിഷയം സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന ആ വിഷയം അതിനകത്ത് ചർച്ച വേണ്ടേ എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ CPI അടക്കമുള്ളവർ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഒരു മറുപടി നൽകുന്നുണ്ട്. ADGPയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ അന്വേഷണം നടത്തുന്നത് DGP ആണ്. ADGPക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് DGP. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. അതായത് മുന്നണിക്കുള്ളിലെ അതൃപ്തിയെ അവിടെ തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്ന നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്. DGP ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പരിശോധിച്ചോട്ടെ, അദ്ദേഹം പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് CPM അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ജീവൻ കൊടുത്താണ് സംഘപരിവാറിനെ പ്രതിരോധിച്ചതെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ജീവൻ കൊടുത്ത് പ്രതിരോധിച്ച ഒരു പ്രസ്ഥാനം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ആളുമായി ബന്ധപ്പെട്ട വകുപ്പിലൊരു ഉദ്യോഗസ്ഥൻ സംഘപരിവാർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അത് ഇടതുമുന്നണിയുടെ MLA തന്നെ ഉന്നയിക്കുന്നു. അങ്ങനെ പല വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ DGP അന്വേഷിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സംരക്ഷണം മുഖ്യമന്ത്രി ഒരുക്കി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് മുന്നണിക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുടെ ഒരു സ്വഭാവമുണ്ട്, മുന്നണിക്കുള്ളിൽ കാര്യങ്ങൾ പറയുക, അവർ പരസ്യമായി പുറത്ത് വന്ന് അധികം പറയാതിരിക്കുക. കുറേയൊക്കെ പറയുന്നുണ്ട്, നേരത്തെയും CPI അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുന്നണി യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാട് വിശദീകരിച്ച ശേഷം പിന്നീട് അത് പുറത്ത് വന്ന് അധികമായി പറയാതിരിക്കുന്ന ഒരു സ്വഭാവം മുന്നണികളുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ അതൃപ്തി പരസ്യമായി പുറത്തു വരാതിരിക്കുന്നത്. പക്ഷേ അധികം ദിവസം അങ്ങനെ ആ രീതി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കുറവാണ്. രേഷ്മ, സേഫ്, ഇന്ന് നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഗവർണർ കൂടി ഈ സീനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. PV അൻവർ
പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ്, അൻവറിനെതിരെ കേസെടുക്കണം. അതായത് അൻവർ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്. താനടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മറ്റ് മന്ത്രിസഭയിൽ മറ്റ് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തൽ നടക്കുന്നുണ്ട് എന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ ഇന്നിപ്പോൾ രാജ്ഭവൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നോക്കൂ, ഇതിലേറെ കൗതുകം എന്നുള്ളത് ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ ഗവർണർ ഇതിൽ ഈ അൻവർ ഉയർത്തിയ ഈ ഫോൺ ചോർത്തൽ മാത്രമാണ് ഇന്ന് അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ്. അതെ രേഷ്മ, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്കും ഉണ്ടായിരിക്കാം. അൻവർ ചില സംഭവങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അത് തെറ്റാണ്, അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അൻവർ ചെയ്ത അതേ കുറ്റം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്തു എന്ന ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അൻവറിനെതിരെ കേസെടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ മറ്റുള്ളവരെ ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടത് ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഗവർണർ അയച്ച കത്തിൽ അത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നു എന്നുള്ളത് ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യമാണ്. അതേസമയം തന്നെ അൻവർ ഫോൺ സംഭാഷണം പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ടും ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന തരത്തിൽ അതിനെ പരിഗണിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. രണ്ടിനെ ഒരേ തരത്തിലാണല്ലോ ഭരണഘടനാ ചുമതലയുള്ള അല്ലെങ്കിൽ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള ഗവർണർ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ക്രമസമാധാനത്തിലുള്ള ADGP ഇത് ഫോൺ ചോർത്തിയാലും അതേപോലെ തന്നെ അൻവർ ഫോൺ ചോർത്തിയാലും ഒരേ കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അതിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു.